ഹലോ മക്കളെ, അക്ഷയ് സാറാണേ. സോ നമ്മളോട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ബയോളജി എങ്ങനെയാണ് പഠിച്ചെടുക്കുക. ബയോളജിയെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ ഒരുപാട് ടേംസ് കാണുമ്പോൾ തന്നെ മക്കൾക്ക് വളരെ പേടിയാണ്. ഇത് വായിക്കാൻ പോലും കിട്ടാത്ത രീതിയിലുള്ള ടേംസ് കാണുമ്പോഴുള്ള ഭയം. അതുപോലെ തന്നെ ഡയഗ്രാംസ് കാണുമ്പോൾ ഈ ഡയഗ്രാംസ് കൃത്യമായി എങ്ങനെ ലേബൽ ചെയ്യണം, ഇനി അഥവാ ഡയഗ്രാംസ് പരീക്ഷയിൽ വരക്കാനായി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. സോ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ സംശയം എല്ലാം തന്നെ ക്ലിയർ ആവുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമ്മുടെ 9th CBSE സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ ബയോളജിയിൽ 3 ചാപ്റ്ററാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, നമ്മുടെ സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ. നമ്മൾ ഏതൊരു ഓർഗാനിസത്തെ എടുത്ത് നോക്കിയാലും അത് നിർമ്മിച്ചിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും സയൻസ് വിഷയങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി മാത്രം പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ആൻഡ് സ്റ്റഡി. അല്ലാതെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഒരു പക്ഷേ നാളെയുള്ള പരീക്ഷയ്ക്ക് ഇന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നാളെയുള്ള പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായേക്കാം. എന്നാൽ നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, പഠിക്കുക. അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു നോക്കൂ, നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടിഷ്യൂസ് എന്ന ചാപ്റ്ററാണ് വരുന്നത്. അത് സെല്ലിൻ്റെ കുറച്ചുകൂടി കണ്ടിന്യൂവേഷനാണ്. സെല്ലുകളുടെ കൂട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ടിഷ്യൂസ്. അതും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂസിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം തീർച്ചയായിട്ടും. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സ് എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് അഗ്രേറിയൻ എക്കണോമിയാണ്, അഗ്രികൾച്ചറുമായി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ പോലും നമ്മുടെ ഗ്രോയിങ് പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ടെക്നോളജി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ രീതിയിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ മൂന്നാമത്തെ ചാപ്റ്റർ. അവിടെയും കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ ടെക്നിക്സ് നമ്മൾ പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാർമർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട്, നമ്മളൊരു ഫാർമറാണെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ചാപ്റ്ററാണ് ആ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഭാഗത്തിൽ പശു പരിപാലനമാണ്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, നമ്മളൊരു പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിട്ടല്ല നോക്കേണ്ടത്. നേരെ മറിച്ച് നമ്മളൊരു ക്ഷീര കർഷകനാണ്, നമ്മളൊരു ഫാർമർ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് പഠിച്ചു നോക്കൂ. അപ്പോൾ ഞാൻ എൻ്റെ തൊഴുത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കി പഠിക്കുമ്പോൾ, ഞാനൊരു ഫാർമറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ഞാനൊരു ഫാർമറായി ചിന്തിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. സോ ആ രീതിയിൽ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മക്കൾ പറഞ്ഞൊരു പ്രശ്നം, ടേംസിൻ്റെ പ്രശ്നം. അതായത് ഓരോ ടേംസും ബയോളജിയിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത വാക്കാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ബയോളജി ഇപ്പോൾ നമ്മളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആ ചോദ്യം നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ള അർത്ഥമാണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫാണ്, ട്രോഫിക് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ എടുക്കുന്നതിനെയാണ് പറയുക. അപ്പോൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നവരെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ബയോളജിയുടെ ടേമിനെ, ആ ഒരു വാക്കിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ബയോളജിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ടേംസ് നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പാണ്. അതായത് ബയോളജിയിലെ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ നിങ്ങൾ തന്നെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടിഷ്യൂസിൽ പഠിക്കുന്നുണ്ട്, ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂസിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂ, ആ രീതിയിൽ 2 ക്ലാസിഫിക്കേഷൻ ആക്കുന്നു. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ തന്നെ അപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇന്റർകലറി മെരിസ്റ്റം, അങ്ങനെ 3 എണ്ണമായി ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി പെർമനൻറ്റ് ടിഷ്യൂവിൽ സിമ്പിൾ പെർമനൻറ്റ്, കോംപ്ലക്സ് പെർമനൻറ്റ്,
സിമ്പിൾ പെർമനന്റിൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഇനി കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണെങ്കിൽ നമ്മുടെ സൈലം ഉണ്ട്, ഫ്ലോയും ഉണ്ട്. ആ രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങളൊരു A4 ഷീറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തി നിങ്ങൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് സ്ഥിരം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്ഥിരമായി നമ്മളൊരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ചെയ്യും. ആ രീതിയിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അട്രാക്റ്റീവായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പിന്നെ മെറ്റീരിയൽസ് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രൈമർലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT തന്നെയാണ്. NCERT വിട്ടൊരു കളിയുമില്ല. NCERT ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കണം. ഓരോ ലൈനിലും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അരമണിക്കൂർ നേരം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിവൈസ് ചെയ്ത് ഈ പോയിന്റ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വീണ്ടും റിക്കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ അപ്ലിക്കബിൾ ആണ്. പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി ഡയഗ്രത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് നിങ്ങൾ ബയോളജിയിൽ എല്ലാ ഡയഗ്രംസും ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ഡയഗ്രംസ് ഉണ്ട്. ആ ഡയഗ്രംസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ വരച്ച് മാത്രമേ പരീക്ഷയിൽ പോകാൻ പാടുള്ളൂ. പല കുട്ടികളും ജസ്റ്റ് നോക്കിയിട്ട് പോകും. അതായത് അവർ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് വായിക്കും, ആ ഫിഗർ ജസ്റ്റ് നോക്കും, ആ ഇന്ന ഭാഗം ഗ്രാന, ഇന്ന ഭാഗം സ്ട്രോമ, ജസ്റ്റ് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യും, പരീക്ഷയിലേക്ക് പോകും. പരീക്ഷയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് വരക്കാൻ പറ്റില്ല, കാരണം അവർ ട്രൈ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഡയഗ്രാംസ് ഒരിക്കലെങ്കിലും മിനിമം ആണേ പറയുന്നത് വരച്ച് അത് കൃത്യമായി ലേബൽ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഡയഗ്രത്തിനും തീർച്ചയായിട്ടും നമ്മുടെ ബയോളജിയിൽ വലിയ പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മികച്ച വിജയം നിങ്ങൾക്ക് ബയോളജിയിൽ നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ എല്ലാവർക്കും വിജയാശംസകൾ. ബൈ.